ഹലോ എവരിവൺ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ റെസിപ്പി കടലമാവ് കൊണ്ടുണ്ടാക്കാവുന്ന ഒരു റെസിപ്പിയാണ്. അതിൻ്റെ പേര് ഖാണ്ഡ്വി എന്നാണ്. നമുക്ക് ഖാണ്ഡ്വി പലതരത്തിലുണ്ടാക്കാം. ഗുജറാത്തിലും മഹാരാഷ്ട്രയിലുമൊക്കെ കൂടുതലായും ഉണ്ടാക്കുന്ന ഒരു റെസിപ്പിയാണിത്. ഇത് നമുക്കൊരു സ്നാക്കായിട്ടും യൂസ് ചെയ്യാം. അല്ലെങ്കിൽ ഇതിൻ്റെ ഖാണ്ഡ്വി ഉണ്ടാക്കിയതിന് ശേഷം നമുക്കത് ഒരു ഗ്രേവി ആയിട്ടും നമുക്ക് ചോറിനോ അല്ലെങ്കിൽ ജീര റൈസ് അങ്ങനെയൊക്കെ പോലുള്ള റൈസിൻ്റെ കൂടെയോ അല്ലെങ്കിൽ നമുക്ക് ചപ്പാത്തി ഒക്കെ ഉണ്ടാക്കിയിട്ട് നമുക്ക് അതിൻ്റെ കൂടെ കഴിക്കാൻ പറ്റുന്ന ഒരു ഗ്രേവി പോലെ നമുക്ക് ഖാണ്ഡ്വി ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ ഞാനിതിവിടെ കാണിക്കാൻ പോകുന്നത് ഖാണ്ഡ്വിയുടെ ഗ്രേവി എങ്ങനെ ഉണ്ടാക്കാവുന്നതാണ്. അപ്പോൾ നമുക്ക് സമയം കളയാതെ തന്നെ നമുക്ക് റെസിപ്പിയിലേക്ക് കിടക്കാം. അതിനായിട്ട് ഞാനിവിടെ ഒരു ബൗളിൽ 1 കപ്പ് കടലമാവ് എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. അതുപോലെ ഒരു 1/2 ടീസ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ മല്ലിപ്പൊടി, അതുപോലെ 1/2 ടീസ്പൂൺ ജീരകത്തിൻ്റെ പൊടി, ആവശ്യത്തിനുള്ള ഉപ്പ് എല്ലാം ചേർത്ത് കൊടുത്തതിന് ശേഷം നമുക്ക് ഈ പൗഡറെല്ലാം കൂടെ നമുക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. പിന്നെ അതിലേക്ക് നമുക്ക് കുറേശ്ശെയായിട്ട് നമുക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഒത്തിരി വെള്ളം ആദ്യം ഒഴിച്ചു കൊടുക്കില്ല, കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്ത് നമുക്കിതൊരു ബാറ്റർ നമുക്ക് തയ്യാറാക്കിയെടുക്കണം. ഇപ്പം നമ്മുടെ ബാറ്റർ ഇവിടെ തയ്യാറായിട്ടുണ്ട്. ഇതിപ്പോൾ ഇത്രയും ലൂസായാൽ മതിയാകും. നമ്മൾ ഒത്തിരി ടൈറ്റും ആക്കരുത്, എന്നാൽ ഒത്തിരി ലൂസും ആക്കരുത്. ഇതിപ്പം ഈ പരുവത്തിൽ നമുക്ക് ബാറ്റർ റെഡിയാക്കി എടുക്കാം. ഇനി നമുക്കൊരു പാൻ അടുപ്പത്ത് വെച്ചതിന് ശേഷം അതിലേക്ക് ഒരല്പം എണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ ഒഴിച്ചു കൊടുത്തതിന് ശേഷം എണ്ണ ചൂടായി വരുമ്പോഴേക്കും നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ഈ ബാറ്റർ ഒന്ന് നന്നായിട്ട് നമ്മുടെ തവി കൊണ്ട് അല്ലെങ്കിൽ നമ്മുടെ സ്പാച്ചില കൊണ്ട് നന്നായിട്ടൊന്ന് ഇളക്കിയതിന് ശേഷം നമുക്ക് ഈ എണ്ണയിലേക്ക് നമുക്ക് ഒഴിച്ചു കൊടുക്കാം. പാനിലേക്ക് നമുക്ക് നമ്മുടെ ബാറ്റർ മുഴുവൻ ഒഴിച്ചു കൊടുക്കാം. ചെറിയ തീയിലിട്ട് വേണം നമ്മൾ ഇത് ഒഴിച്ചു കൊടുക്കാൻ. എന്നിട്ട് നമുക്ക് പെട്ടെന്ന് തന്നെ നമുക്കിത് ഇളക്കി കൊടുക്കാം. കടലമാവ് പെട്ടെന്ന് തന്നെ കുറുകി വരും, അതുകൊണ്ട് നമ്മൾ ഇളക്കിക്കൊണ്ടേ ഇരിക്കണം. കട്ട പിടിക്കാതെ നമുക്കിത് ഇളക്കി നമുക്കിത് കുറുക്കിയെടുക്കണം. ഇതുപോലെ നമുക്ക് ഒരു കുറുക്ക് പരുവത്തിന് നമുക്കിത് ഇതിനകത്ത് നമുക്കിത് ഇളക്കി നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കണം. ഇതുപോലെ നമുക്ക് ഈ പരുവമായി കഴിയുമ്പോൾ നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം. സ്റ്റൗ ഓഫ് ചെയ്തതിന് ശേഷം ഇതുപോലെ ഒരു പാത്രത്തിലേക്ക് അല്പം എണ്ണയൊന്ന് ഗ്രീസ് ചെയ്തതിന് ശേഷം അതിലേക്ക് നമുക്ക് മാറ്റി കൊടുക്കാം. മാറ്റിയതിന് ശേഷം നമ്മൾ ചൂടോടെ വേണം തന്നെ ചെയ്യാൻ. ചൂട് മാറുന്നതിനിപ്പുറം തന്നെ നമ്മളിതുപോലെ ഇങ്ങനൊന്ന് മുഴുവനായിട്ട് പാത്രത്തിലേക്കൊന്ന് പരത്തി കൊടുക്കാം. നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പ് കൊടുക്കാം, റൗണ്ടിലോ അല്ലെങ്കിൽ നമുക്കൊരു സ്ക്വയർ ഷേപ്പിലോ, നമുക്ക് ഏത് രീതിയിൽ വേണമെങ്കിലും നമുക്കിതൊന്ന് ഷേപ്പാക്കി കൊടുക്കണം. അതുപോലെ സ്പാച്ചിൽ വെച്ച് ഇതുപോലെ നമുക്കിത് പരത്തി കൊടുക്കാം. ഒത്തിരി നമ്മൾ കനം കുറയ്ക്കേണ്ട, ഇതുപോലെ ഒരുവിധം കട്ടി വേണം. എന്നിട്ട് നമുക്കിതിനൊന്ന് നല്ലോണം ഷേപ്പാക്കി കൊടുക്കാം. ഞാനിപ്പോൾ ഇതുപോലെ ഇങ്ങനെ ഷേപ്പാക്കിയിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് കുറച്ച് നേരം ഫ്രിഡ്ജിലേക്ക് മാറ്റാം. ഫ്രിഡ്ജിലേക്ക് മാറ്റിയതിന് ശേഷം ഇതുപോലെ നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ നമുക്കിത് കട്ട് ചെയ്തെടുക്കാം. ഇതുപോലെ ഡയമണ്ട് ഷേപ്പിലോ അല്ലെങ്കിൽ സ്ക്വയർ ഷേപ്പിലോ ഒക്കെ നമുക്കിത് ഇഷ്ടമുള്ള ഷേപ്പിൽ നമുക്കിത് കട്ട് ചെയ്തെടുക്കാം. ഈ കട്ട് ചെയ്ത ഈ പരുവത്തിന് വേണമെങ്കിൽ നമുക്കിത് യൂസ് ചെയ്യാം. നമുക്ക് കഴിക്കാവുന്നതാണ്, സ്നാക്ക് പോലെ നമുക്ക് കഴിക്കാം. അല്ലെങ്കിൽ നമുക്കിത് ഗ്രേവി ആക്കാനായിട്ട് ഒരു പാനിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുത്തതിന് ശേഷം നമുക്ക് ഒരു 1/4 ടീസ്പൂൺ ജീരകം ഒന്ന് നമുക്ക് പൊട്ടിച്ചെടുക്കാം. ജീരകം ഒന്ന് പൊട്ടിയതിന് ശേഷം നമുക്ക് 2 സവോള ഒന്ന് മിക്സിയിലിട്ടടിച്ചത് പേസ്റ്റ് ആക്കിയത് നമുക്ക് എണ്ണയിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നമുക്ക് നന്നായി ഇളക്കി സവോള നമുക്ക് ഈ പേസ്റ്റിൻ്റെ പച്ചമുളകൊക്കെ ഒന്ന് മാറി ഒന്ന് ഫ്രൈ ആയി വരുന്നത് വരെ നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. ഇനി നമുക്ക് സവോളയൊക്കെ ഒന്ന് ഫ്രൈ ആയി വരുമ്പോഴേക്കും നമുക്കതിലേക്ക് കുറച്ച് മസാലകളൊക്കെയാണ് ആഡ് ചെയ്യേണ്ടത്. അതിനുവേണ്ടി ഞാനിവിടെ കുറച്ച് മസാലകളൊക്കെ എടുത്തിട്ടുണ്ട്. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ മല്ലിപ്പൊടി, ഓരോ ടീസ്പൂൺ വെച്ച് കാശ്മീരി മുളക് പൊടി, റെഡ് ചില്ലി പൗഡർ, ജീരകത്തിൻ്റെ പൊടി, ഗരം മസാല, ഉലുവാപ്പൊടി, ഉപ്പ്, ഇവയെല്ലാമാണ് ഞാനിവിടെ ആഡ് ചെയ്തിരിക്കുന്നത്. ഇതെല്ലാം കൂടെ നമുക്കൊന്ന് ആഡ് ചെയ്ത് കൊടുത്തിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കാം. മസാലയുടെ പച്ചമണമൊക്കെ ഒന്ന് മാറുന്നത് വരെ നമുക്കൊന്ന് ഇളക്കി യോജിപ്പിക്കാവുന്നതാണ്.
മസാലയുടെ പച്ചമണമൊക്കെ മാറി എണ്ണയൊക്കെ ഒന്ന് തെളിഞ്ഞ് വരുന്നത് വരെ നമുക്ക് ഒന്ന് ഇളക്കി കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് നമ്മളിതിനകത്തേക്ക് തക്കാളിക്ക് ആഡ് ചെയ്യുന്നില്ല. നമ്മളിതിനകത്ത് ആഡ് ചെയ്യുന്നത് തൈരാണ്. നല്ല കട്ടയുള്ള തൈര് നമുക്ക് ഒരു അരക്കപ്പോളം നമുക്കിതിനകത്തേക്ക് ഒഴിച്ചു കൊടുത്ത് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. തൈര് ഒഴിച്ചു കൊടുത്തതിന് ശേഷം നമ്മൾ നന്നായിട്ട് ഇളക്കിക്കൊണ്ടേയിരിക്കണം, അല്ലെങ്കിൽ തൈര് പിരിഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. ഇനി നമുക്കതിലേക്ക് ഒരു 3/4 കപ്പ് വെള്ളം ഞാനിവിടെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. വെള്ളം ഒഴിച്ചു കൊടുത്ത് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. കൂടെ തന്നെ നമുക്ക് ഇതിൻ്റെ കൂടെ നമുക്ക് 1 ടേബിൾ സ്പൂൺ കടലമാവ് കൂടി നമുക്ക് ആഡ് ചെയ്ത് കൊടുത്ത് വീണ്ടും നമുക്ക് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. എല്ലാം ഇളക്കി കൊടുത്ത് നന്നായിട്ടൊന്ന് തിളച്ച് വരുന്നത് വരെ ഒന്ന് വെയിറ്റ് ചെയ്യാം. തിളച്ചതിന് ശേഷം നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ഖാണ്ഡ്വി നമുക്ക് ഇതിലേക്ക് നമ്മുടെ ഈ ഗ്രേവിയിലേക്ക് നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഖാണ്ഡ്വി എല്ലാം ആഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്കൊന്നുകൂടി ഖാണ്ഡ്വിയിലേക്കൊക്കെ നമ്മുടെ ഈ മസാലയൊക്കെ ഒന്ന് പിടിക്കുന്നത് വരെ നമുക്ക് വീണ്ടും ഒന്ന് അടച്ചു വെച്ചൊന്ന് വേവിക്കണം. ഒരു 5 മിനിറ്റ് അടച്ചു വെച്ച് വേവിച്ചതിന് ശേഷം നമുക്കതിലേക്ക് കസൂരി മേത്തി ഒന്നിതുപോലെ നമ്മുടെ കയ്യിൽ വെച്ച് ഒന്ന് റബ്ബ് ചെയ്തതിന് ശേഷം അതുകൂടി നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. അവസാനമായിട്ട് നമുക്ക് കുറച്ച് മല്ലിയില അരിഞ്ഞത് കൂടി ഇട്ട് കൊടുക്കാം. അപ്പം നമ്മുടെ കടലമാവ് കൊണ്ടുള്ള ഖാണ്ഡ്വിയുടെ ഗ്രേവി നമുക്ക് ഇവിടെ തയ്യാറായിട്ടുണ്ട്. ഇനി നമുക്കിതൊരു സെർവിങ് പ്ലേറ്റിലേക്ക് നമുക്ക് മാറ്റാവുന്നതാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ചപ്പാത്തിക്കൊക്കെ പറ്റിയൊരു കറിയാണ്. ഇപ്പോൾ എന്ത് നമ്മൾ പെട്ടെന്ന് ഉണ്ടാക്കുമെന്ന് വിചാരിച്ചാൽ നമുക്ക് ഒന്നുമില്ലെങ്കിലും ഇത് പെട്ടെന്ന് നമുക്ക് കടലമാവ് വീട്ടിലുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാവുന്ന ഒരു കറിയാണ്. അതുകൊണ്ട് നിങ്ങളൊന്ന് ഉണ്ടാക്കി നോക്കുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തൊരാരെങ്കിലും ഉണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ മറ്റുള്ളവരിലേക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. നിങ്ങളുടെ എല്ലാ സപ്പോർട്ടിനും പ്രതീക്ഷിക്കുന്നു. അപ്പോൾ നമ്മുടെ ഖാണ്ഡ്വി നമുക്ക് ചൂടോടെ ഉണ്ടാക്കി കഴിക്കാവുന്നതാണ്. അപ്പോൾ ഇനി വേറൊരു റെസിപ്പിയുമായി വീണ്ടും കാണാം. അതുവരെ എല്ലാവർക്കും നമസ്കാരം. താങ്ക് യു ഫോർ വാച്ചിങ്. ഗോഡ് ബ്ലെസ് യു ഓൾ.